ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താ? ഇത് സ്കാൻ ചെയ്യുന്ന ഇതാണ്. ഇത് സ്കാൻ ചെയ്ത് അതിൻ്റെ നമ്പർ ലാപ്ടോപ്പിലേക്ക് വരും. അതിൽ നിന്ന് പിന്നെ ബില്ലിങ്ങിലേക്ക് വരും. അവിടെ ടാബല്ലേ, ഇതുകൊണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു അനുഭവത്തിൽ നിന്ന് മറ്റു പല വിപണികളിലും കൂടുതൽ ജോണിയേട്ടനെ പോലുള്ള ആൾക്കാർ കൂടുതൽ ഐറ്റം വിളിക്കുന്നവർ 50 ഐറ്റം 60 ഐറ്റം 100 ഐറ്റം ഒക്കെ വിളിക്കുന്നവരെ സംബന്ധിച്ച് അവർ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. വാഴക്കുലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റം മിസ്സായി പോകാൻ. സാധനം വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ ബില്ലടിക്കുമ്പോൾ അവർ പറയും ഇന്ന സാധനം എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തിരക്കിട്ട് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടേച്ച് പോകേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ഒരു സാധനം ഇന്ന് വരെ ഇട്ടേച്ച് പോകേണ്ടി വന്നിട്ടില്ല. അതാണ് പ്രധാന കാര്യം. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ ഈ ലേലമാർക്കിന് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഇവരെന്തെങ്കിലും ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ പോലെ തരുവാണെങ്കിൽ നമുക്ക് ADA മാർക്കറ്റിംഗ് മുഖാന്തരം ജില്ലാ ഓഫീസിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തിരുമാറാടി പഞ്ചായത്തിലെ കാർഷിക ലേല വിപണിയിലാണ്. മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രീതിയിൽ ബില്ലിംഗ് സമ്പ്രദായം നടപ്പാക്കുന്ന ഒരു വിപണി കൂടിയാണിത്. അപ്പോൾ ഇതിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലൊരു കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കാനുള്ള കാരണം എന്താ? കാരണം നിലവിൽ ഇവിടെ പണ്ട് മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നല്ല രീതിയിൽ പച്ചമീൻ, ഉണക്കമീൻ, ഈ പ്രദേശത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റുകൊണ്ടിരുന്ന വിപണിയായിരുന്നു. ഈ വിപണിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കാളവേലും ഉണ്ടായിരുന്നത്. കാളയുടെ കച്ചവടം വരെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. പിന്നീട് എല്ലാ മാർക്കറ്റും നിന്നു പോയതുപോലെ ഈ മാർക്കറ്റ് നിന്നുപോയി. അപ്പോൾ ഇവിടെ കൃഷിക്കാർക്ക് ഒരു വിപണന മാർഗ്ഗം ഇല്ലാതാവുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെയുള്ള പൗരസമിതി ആലോചിക്കുകയും അങ്ങനെ ഇതിന് ആവിർഭാവം കുറിക്കുകയാണ് ഉണ്ടായത്. എത്ര അംഗങ്ങളുണ്ട് ഇപ്പോൾ ഈ സംഘത്തിൽ? സംഘത്തിൽ ഇപ്പോൾ നമുക്ക് അംഗങ്ങളായിട്ട് 350ഓളം പേരുണ്ട്. 350. ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്? മെമ്പർഷിപ്പ് നമുക്ക് 5000 രൂപയുടെ ചരക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്വാളിഫിക്കേഷൻ ആയി. അതായത് 5000 രൂപയുടെ ചരക്ക് ഇവിടെ വയ്ക്കുന്ന തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് അംഗമാണെങ്കിൽ, അതായത് ഇതിന്റെ പ്രവർത്തന പരിധി തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് മെമ്പർഷിപ്പ് അനുവദിക്കുകയുള്ളൂ. പക്ഷേ ആർക്ക് വേണമെങ്കിലും ഇവിടെ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാം. അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും. ഇവിടെ വിൽക്കണം എന്നുണ്ടെങ്കിൽ സാധനം കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി നമ്മുടെ ഈ ജില്ലയിലുള്ള ആർക്കും സമീപ പഞ്ചായത്തുകൾ ഒത്തിരി പേര് വയ്ക്കുന്നുണ്ട്. അതിന് നമ്മളൊരു വിവേചനവും കാണിക്കുന്നില്ല. ഈ പറയുന്ന ഫീസാണെങ്കിലും എല്ലാവരിൽ നിന്നും ഒരേപോലെയാണ് ഈടാക്കുന്നത്. അതായത് നമ്മുടെ പഞ്ചായത്തിലെ കുറവും അടുത്ത പഞ്ചായത്തുകാർക്ക് കൂടുതലും അങ്ങനെയുള്ള ഒരു വിവേചനവും ഇവിടെ ഇല്ല. അതുപോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞങ്ങൾ പൈസ കൊടുക്കും. കാശ് അന്ന് തന്നെ ഞങ്ങൾ കൊടുക്കും. അന്ന് വൈകുന്നേരം കാശ് കൊടുക്കും. പിന്നെ താല്പര്യമുള്ളവർക്ക് നമ്മൾ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് പിറ്റേ ദിവസം ചൊവ്വാഴ്ച അവർക്ക് നമ്മൾ കൊടുക്കും. ഈ പറഞ്ഞ ബില്ല് അവരുടെ വാട്സപ്പിൽ വരും. പിന്നെ നമ്മൾ ഇവിടെ 2018 മുതൽ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, അതായത് തൂക്കം ഉൾപ്പെടെ ഒരു മാനിപ്പുലേഷൻ വരാത്ത രീതിയിൽ, അതായത് ഒരു പരാതികൾക്ക് ഇട വരാത്ത രീതിയിൽ നമ്മൾ തൂക്കം ഉൾപ്പെടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. ആ ഒരു മെച്ച ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. തന്നെയുമല്ല, ഇത് പരസ്പര പൂരകമാണല്ലോ. കൃഷിക്കാരും കച്ചവടക്കാരും ഒരേപോലെ സഹകരിച്ചെങ്കിൽ മാത്രമാണ് പോകുള്ളൂ. അപ്പോൾ നമുക്ക് കർഷക കച്ചവട സൗഹൃദമായിട്ടാണ് ഈ വിപണി പ്രവർത്തിക്കുന്നത്. സംഘം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ലാഭവിഹിതമൊക്കെ വേണമല്ലോ. ഉണ്ട്. അതെങ്ങനെയാണ് ഈടാക്കുന്നത്? ഇത് നമ്മൾ 5% കമ്മീഷനിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തന ചെലവ് നമ്മൾ ഉണ്ടാക്കുന്നത്. 5%. ആളുകൾ തരുന്ന സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 5%. 105 രൂപ നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുക്കും അല്ലേ? ചെലവിന് വേണ്ടി എടുക്കും. 5% നമ്മൾ ഈടാക്കുന്നെങ്കിൽ 2% നമ്മൾ കർഷകർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. 2%? അതെ, 1% കച്ചവടക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നു. റെഡി കാശ് തരുന്നവർ കച്ചവടക്കാർക്ക്. ബാക്കി ഉള്ള ഈ 2% കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. സത്യത്തിൽ ആദ്യകാലത്ത് ഞങ്ങൾ വെറും 3 രൂപ മേടിച്ചുകൊണ്ടിരുന്നത്. പ്രവർത്തനത്തിന് 3 രൂപ, വെറും 100ക്ക് 3 രൂപ വെച്ചാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ വർദ്ധിച്ച ഈ ഇത് കാലാകാലങ്ങളിൽ വരുന്ന വർദ്ധിച്ച ഇത് ചിലവ് വന്നുകൊണ്ട് ഞങ്ങൾ 5 രൂപ ആക്കിയെന്ന് മാത്രം. അതിൽ 2 രൂപ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കണം. കർഷകന് തിരിച്ച് കൊടുത്തു. ഈ പ്രാവശ്യം കൊടുത്തു. ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് തരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ കൊടുക്കാറുണ്ട്? അതേ സമയത്ത് പഞ്ചായത്ത് പരിധി ഒന്നും നോക്കാറില്ല.
അതിന് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ അളവ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നമ്മൾ ഫസ്റ്റും തേർഡും കൊടുത്തത് പാമ്പാങ്കട പഞ്ചായത്തിലുള്ള കൃഷിക്കാരനാണ്. അത് നമ്മൾ അതിൻ്റെ അകത്ത് മെമ്പർഷിപ്പോ മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതിൻ്റെ അകത്ത് നമ്മൾ കാർഷികോൽപ്പന്നത്തിൻ്റെ അളവ് മാത്രമാണ് പരിഗണിക്കുന്നത്. ഇത് ഏത് ദിവസമാണ് നമ്മുടെ ഇവിടെ ഈ ലേല വിപണി? എല്ലാ തിങ്കളാഴ്ചയും. ഇവിടെ ഏകദേശം എത്ര രൂപയുടെ കച്ചവടം നടക്കാറുണ്ട്? നമ്മൾ 1.5 ആയിരുന്നു ഇതിന് കഴിഞ്ഞ വർഷം വരെ 1.5 ലക്ഷം രൂപയായിരുന്നു ആവറേജ് നമ്മുടെ വിൽപ്പന. അതിപ്പോൾ ഈ വർഷത്തിലേക്ക് വന്നപ്പോൾ 2-ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഴക്കൊലയുടെ വിലവർദ്ധനവും പിന്നെ തന്നെയുമല്ല കുറച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3-3.5 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ നോബിൾ? അതെ. മറ്റുള്ള ഭാരവാഹികളൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ആദ്യകാല സ്ഥാപക പ്രസിഡന്റും 2018 വരെ നീണ്ട 12 വർഷക്കാലം വിപണിയെ നയിച്ച PV ഏലിയാസ് ചേട്ടനാണ്. ഇത് ആദ്യകാല സെക്രട്ടറി. ഈ പറഞ്ഞ പോലെ തന്നെ ഏലിയാസ് ചേട്ടൻ്റെ കൂട്ടത്തിൽ 12 വർഷക്കാലം സെക്രട്ടറി ആയിട്ട് ആദ്യകാലം മുതൽ പ്രവർത്തിക്കും. ഇപ്പോഴും ഇവർ രണ്ടുപേരും ഇപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്കാർ തന്നെയാണ്. ഇത് സെക്രട്ടറി അല്ലേ? സെക്രട്ടറി പേരെങ്ങനെയാണ്? ഷിബു പോൾ. നമ്മുടെ പുതിയ തലമുറ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരാറുണ്ടോ? ഈ തലമുറ കൃഷിയിലേക്ക് ഇവിടെ ആരും കൊണ്ടുവന്നതിനകത്ത് ഒരു 45 വയസ്സിന് താഴത്തേക്കുള്ള ആരും ഇവിടെ കാണുന്നില്ല. 45 വയസ്സ് താഴെയുള്ള ആരും കൃഷി മേഖലയിൽ കൂടെ വരുന്നില്ലല്ലേ? ഒരു 50, 60, 65, 70 വയസ്സുള്ളവരായിട്ട് 100% ഇവിടെ സാധനങ്ങൾ വരുന്നു. അതിൽ താഴെയുള്ള ആരും നമ്മളിവിടെ അടുത്ത കാലത്തും കണ്ടിട്ടില്ല. ആദ്യകാല പ്രസിഡന്റ് എന്ന നിലയിൽ ഏലിയാസേട്ടന് ഈ സംഘം ആരംഭിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? സംഘം ആരംഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് തിരുമാറി ഗ്രാമപഞ്ചായത്ത് ആണ് ഇതിന് മുൻകൈ എടുത്ത് ഇവിടെ ഒരു കാർഷിക വിപണനത്തിന് വേണ്ടി ഇവിടെ ഒരു ഷെഡും ഒരു ഓഫീസും അപ്പുറം ഒരു ഓഫീസുകൾ പണിതിന് ശേഷം അവർ കൃഷി വകുപ്പ് നേരിട്ട് ഇവിടെ വിപണനം നടത്തി അത് പുറത്ത് വിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവർ ആലോചിച്ചത്. ആ ഒരു പരിപാടി നടക്കാണ്ട് വന്നപ്പോൾ ഇവിടുത്തെ കൃഷിക്കാരെ ഗ്രാമപഞ്ചായത്ത് വന്ന് പ്രസിഡൻ്റായിരുന്ന BC കുര്യാക്കോസ് സാറ് ഈ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അങ്ങനെ ആ കമ്മിറ്റി വെച്ച് ഞങ്ങളൊരു 13 കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ആ 13 കമ്മിറ്റിയിൽ ഞാൻ പ്രസിഡൻ്റായിട്ടും KK ജോർജ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളിതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ആദ്യ കാലഘട്ടത്തിൽ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ മാർക്കറ്റ് വിപണി തുടങ്ങിയ. ഈ ചൊവ്വാഴ്ച ദിവസങ്ങൾ വിപണി തുടങ്ങി അന്ന് പൈസ കൊടുക്കാൻ കൃഷിക്കാർക്ക് പൈസ കൊടുക്കാൻ ഇതൊന്നുമില്ല. അന്നൊക്കെ ഈ കമ്മിറ്റിക്കാരെല്ലാവരും കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതായത് കാർഷികോൽപ്പന്നം അതെല്ലാം അന്ന് എല്ലാത്തിനും പേരെഴുതി വയ്ക്കും. രാവിലെ 7 മണിയാകുമ്പോൾ 2 പേര് ഇവിടെ വന്ന് ഈ കൊണ്ടുവന്ന ഉൽപ്പന്നത്തിൻ്റെ പേരും അയാളുടെ പേരും ഒക്കെ എഴുതി അതായത് കൃത്യമായിട്ട് വെച്ചുകൊണ്ടായിരുന്നു ലേലം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത് 100% കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഉച്ചയാകുമ്പോൾ ലേലം തീർന്നാൽ ഉച്ച കഴിഞ്ഞ് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി. സമിതിയെ സംബന്ധിച്ച് ഒരു 6 ലക്ഷം രൂപ മേലിൽ ബാലൻസ് ഉണ്ട്. വാർഷിക പൊതുയോഗം കൂടുന്ന സമയത്ത് ലാഭവിഹിതം കൃഷിക്കാരന് അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ വീതിച്ചു കൊടുക്കാറുണ്ട്. ഈ ലേല വിപണി ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനെ ലേല വിപണിയാണ് കർഷകർക്ക് പ്രയോജനകരമെന്ന് തോന്നാൻ എന്താ കാരണം? തീർച്ചയായിട്ടും അത് തോന്നാനുള്ള കാരണം നമ്മൾ ഒരു ഉൽപ്പന്നങ്ങൾ കൊണ്ട് കടകളിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ അന്ന് അത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനം ഞങ്ങൾക്കിവിടെ ചരക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണ്ട എന്ന് പറയും. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഒരു കൊലയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നുപോയി. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരുടെ കൂടി തീരുമാനിച്ചത് നമുക്കൊരു ചെറിയ കാർഷിക വിപണിയുടെ ഉദ്ഘാടനം ചെയ്യാം, പണ്ടപ്പള്ളി മാതിരി നമുക്ക് നടത്താം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് മുന്നോട്ട് വന്നത്. പണ്ടപ്പള്ളി ആയിരുന്നോ നിങ്ങളുടെ മാതൃക? പണ്ടപ്പള്ളി ആയിരുന്നു. പണ്ടപ്പള്ളി മണ്ണത്തൂർ. ലേല വിപണി കൊണ്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഒന്നാമത്തെ കാര്യം വാഴപ്പിണ്ടി മുതൽ കാന്താരി മുളക് അല്ല എന്ത് സാധനം കൊണ്ടുവന്നാലും വിൽക്കുക എന്നുള്ളൊരു ഉറപ്പുണ്ട്. നമുക്ക് വിറ്റ് കിട്ടും. 1 കിലോ കാന്താരി മുളകിന് 350. അതായത് കർഷകൻ്റെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല, അതുപോലെ തന്നെ വിറ്റഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഉള്ളത്. അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാദേശികമായിട്ടിവിടെ. ഈ കോവിഡ് കാലത്ത് പോലും ഒരു കർഷകൻ്റെ ഒരു ഉൽപ്പന്നം ഇവിടെ വേസ്റ്റായി പോയിട്ടില്ല. ഞങ്ങളത് ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ആഴ്ചകളിലും നടത്തിക്കൊണ്ട് പോകുന്നു. ആ ലേലം ഇവിടെ നടന്നു. ഞങ്ങൾ
അന്നും ഈ കർഷകനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പ്രദേശത്തുള്ള കർഷകരുണ്ടായിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും കർഷകർക്കൊരു പ്രോത്സാഹനമാണ് അല്ലേ? തീർച്ചയായിട്ടും പ്രോത്സാഹനമാണ്. അതുകൊണ്ട് താല്പര്യമാണ് കൃഷികൾക്ക്. അതാണ് ഇപ്പോൾ പോലും ഈ വേനൽക്കാലത്ത് പോലും ഇത്രയും ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുന്നത്. കൃഷി ചെയ്യാനൊരു താല്പര്യമായി എന്ത് സാധനം വന്നാലും ഇത് വിൽക്കാം എന്നുള്ളൊരു വിറ്റഴിക്കാൻ പറ്റുന്നുള്ള ധൈര്യമുണ്ട്. ഇവിടെ കപ്പളങ്ങ, വാഴപ്പിണ്ടി, വാഴച്ചുണ്ട്, കുമ്പളങ്ങ, ഇങ്ങനെയുള്ള സാധനം ചേമ്പ് തട, ഇങ്ങനെയുള്ള അതായത് ആർക്കും എടുക്കാണ്ടിരുന്ന സാധനങ്ങൾ മുഴുവൻ ഈ വിപണി കൊണ്ടുവന്ന് വെച്ചാൽ അത് കച്ചവടക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. ന്യായമായ വില, ഒരു കിലോ കപ്പളങ്ങ 25 രൂപ 30 രൂപ വില വരെ കിട്ടുന്നൊരവസ്ഥയുണ്ട്. ഇത് തന്നെയല്ല ഇപ്പം നമുക്ക് സ്ഥലപരിമിതിയാണ്. ഇപ്പോൾ പുറത്ത് തന്നെ പറ്റുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ സാധനം വയ്ക്കാൻ പറ്റില്ല. പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയല്ല ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മുടെ ഈ വിപണി. വേറെ ഒരു സ്ഥലത്തും അടുത്ത പ്രദേശത്തൊന്നും കൂടുതൽ കർഷകർ അന്ന് തന്നെ പൈസ കൊടുക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ പൈസ കൊടുക്കുകയാണ് അവർ. ലേലവിപണി എനിക്ക് ആരംഭിച്ചു കഴിഞ്ഞപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? പഞ്ചായത്തിൽ നിന്ന് ചെറിയ സഹായം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർലോഭമായിട്ട് ഇവിടെ ഒരു ത്രാസും ഒരു മേശയും തന്നിട്ടൊന്നും ഉള്ളൂ. ഒരു ത്രാസ് പോയിരുന്നു, ഒരു മേശയും. അല്ലാതെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒന്നും കിട്ടില്ല. അതും നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് തന്നതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ, അങ്ങനെ തന്നാൽ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതെല്ലാം കർഷകരുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിനൊരു ഈ തിരുമാടി പഞ്ചായത്തിൽ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ഒരു വിപണിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു സേവന തൽപരരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പണിയെടുത്ത് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇതിന് ഇപ്പോൾ പഞ്ചായത്തിന് ഞങ്ങൾ ഈ ഷെഡിന് വാടക കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഞങ്ങൾക്ക് ഈ കൊടുക്കുന്ന ഇത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഇതിന് 10 ലക്ഷം രൂപ മുടക്കി ഇവിടെ ഈ ഷെഡ് നിർമ്മിച്ചു തന്നതാണ്. പക്ഷേ പഞ്ചായത്ത് ഞങ്ങളോട് ഇതിന് വാടക വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ സർക്കാരും മറ്റുള്ള ത്രിതല പഞ്ചായത്തുകളും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും, പക്ഷേ ഇത് ഈ ഉൽപ്പന്നം വിൽക്കുന്ന ഇതിന് ഞങ്ങൾ തറവാടക കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ പലപ്പോഴും കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിവാക്കി തന്നെ സമീപത്തെ പഞ്ചായത്തുകൾ മുഴുവൻ ഇതുപോലെ ഓരോ ഓഡിറ്റോറിയം ഉണ്ടാക്കി എല്ലാ സൗകര്യം ചെയ്ത് ഓരോ വിപണിക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നോ ഇങ്ങനെ സഹകാര്യങ്ങൾ കിട്ടാതെ തന്നെ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടല്ലേ? കൃഷിക്കാരുടെ സഹകരണമാണ് അതിൻ്റെ. ഒത്തിരി കഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഇപ്പോൾ ഈ നമുക്ക് ഒരു പരിധി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷെഡിനകത്ത് ഒതുങ്ങാത്ത സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. ലേലം തന്നെയല്ല, അവിടെ ഈ സാധനങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ അത് കേടാൻ സാധ്യതയുണ്ട്. വെയിൽ അതെ. അപ്പം അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഷെഡും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹമില്ലേ? ഈ ഷെഡ് ഉയരം പോരാ അല്ലേ? ചൂട് കൂടുമ്പോൾ ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താ? ഇത് സ്കാൻ ചെയ്യുന്ന ഇതാണ്. ഇത് സ്കാൻ ചെയ്ത് അതിൻ്റെ നമ്പർ ലാപ്ടോപ്പിലേക്ക് വരും. അതിൽ നിന്ന് പിന്നെ ബില്ലിങ്ങിലേക്ക് വരും. അപ്പോൾ ഇവിടെ ലേലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നമ്പർ സ്കാൻ ചെയ്യും. ആ നമ്പറിൽ വിളിക്കുന്ന ലേലവും എമൗണ്ടും കൂടി അന്നേരം തന്നെ ടാബിൽ അടിച്ച് സെറ്റ് ചെയ്യും. അത് അവിടെ തൂക്കുമ്പോഴും ബില്ലിങ്ങിലും അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആരുടെ ഇത് മാറിപ്പോകാതെ ഇരിക്കും. അതുപോലെ തന്നെ തിരിവുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ വിളിച്ച ആളുടെ നമ്പറിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും. ഇനി പൈസയാണെങ്കിലും ഇത് അക്കൗണ്ടിലേക്ക് വേണ്ടവർക്ക് അക്കൗണ്ടിൽ ചെല്ലും. ഇല്ലെങ്കിൽ 3 മണിക്ക് ശേഷം ഇവിടെ തന്നെ അന്നു തന്നെ പൈസ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വൈകിട്ട് ആ അക്കൗണ്ടിലേക്ക് കയറ്റി ഇടുന്ന ഒരു സംവിധാനം കൂടി ചെയ്യുന്നത്. കാരണം ഇതിന് വേണ്ടി വന്ന് വേഗത്തിൽ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അതായത് അക്കൗണ്ട് നമ്പറും ID കാർഡും ആധാർ കാർഡും കൊടുത്തു കഴിഞ്ഞാൽ അതായത് അക്കൗണ്ടിലേക്ക് തന്നെ പൈസ ചെയ്യുന്നത്. സ്ഥിരം ചെയ്യുന്നവർ മിക്കവാറും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് വന്നൊക്കെ വിളിച്ചിട്ട് പോകുന്നവർ അന്നേരം തന്നെ പൈസ കൊടുത്ത് മേടിച്ച് കൈകാര്യം ചെയ്ത് പോകും. ഈ ലേലവിപണി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ലേലം 11 മണിക്ക്, തിങ്കളാഴ്ച ദിവസം 11 മണിക്ക്. അപ്പോൾ ഈ തിങ്കളാഴ്ച എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്, ഇപ്പോൾ ക്രിസ്മസ് അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം അതിന് മറ്റൊരു മുമ്പ് നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ട്, സ്ഥിരമുള്ളവർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് ആ ദിവസങ്ങളിൽ വിളിക്കും. എല്ലാ ദിവസവും തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. ഈ എല്ലാ വിപണിയും സാധാരണ 9 മണിക്കൊക്കെ ആരംഭിക്കും. അപ്പോൾ ഇവിടെ മാത്രമാണല്ലോ ഇത്ര താമസിച്ച് തുടങ്ങുന്നത്? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വരാനുള്ള ഒരു സമയം ക്രമീകരിച്ചാണ് ഈ 11 മണി വെച്ചത്. അപ്പോൾ എന്നു വെച്ചാൽ അത്യാവശ്യം
കൊണ്ടുവരാനുള്ളൊരു ഈ പശുവിനെ കറന്നും പാല് കൊടുത്തിട്ട് ഉൽപ്പന്നം കൊണ്ടുവന്ന് വെക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വെക്കാനുള്ളൊരു സൗകര്യം കൂടി കൂടുതൽ വെക്കാം. നമുക്ക് കൂടുതൽ ഉൽപ്പന്നം വന്നതുകൊണ്ട് ഈ സമയം വരെ ക്രമീകരിക്കേണ്ടതാണ്. ഏത് സമയത്ത് സാധാരണ തീരും ഈ ലേലം? ലേലം 2 മണിക്ക് ശേഷം തീരാറുള്ളൂ. അത് 3-3:30 വരെ വരാറുണ്ട്. ഉൽപ്പന്നം കൂടുവാണെങ്കിൽ 3:30 വരെ പോകും. ഇത്രയും സാധനങ്ങളെയും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിറ്റഴിക്കാൻ പറ്റുമോ? വിറ്റഴിക്കാൻ പറ്റും. അതിനുള്ള സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുള്ള ഒരു നേട്ടമാണ്. എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബില്ലിംഗ് ആണ്. ഇനി ക്യാമറ ചുറ്റും വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങോട്ടും എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നേരം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുള്ള നഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആർക്കും ഒരു പരാജയരഹിതമായിട്ടാണ് പോകുന്നത്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഒത്തിരി അകലെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഈ കയ്യിൽ ഇരിക്കുന്ന ടാബല്ലേ, ഇതുകൊണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു അനുഭവത്തിൽ നിന്ന് മറ്റു പല വിപണികളിലും കൂടുതൽ ജോണിയേട്ടനെ പോലുള്ള ആൾക്കാർ കൂടുതൽ ഐറ്റം വിളിക്കുന്നവർ 50 ഐറ്റം 60 ഐറ്റം 100 ഐറ്റം ഒക്കെ വിളിക്കുന്നവരെ സംബന്ധിച്ച് അവർ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. വാഴക്കുലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റം മിസ്സായി പോകാനുണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ, അതായത് അപ്പം തന്നെ നമ്മൾ നമ്മുടെ സെർവറിലേക്ക് സാധനം കയറുവാണ്, അവരുടെ ഡാറ്റ കയറി പോവാണ്. അപ്പോൾ അങ്ങനെ മിസ്സാവാനുള്ള സാധ്യതയില്ല. ബില്ലാക്കുന്ന സമയത്ത് എന്തെങ്കിലും തൂക്കാൻ കിടപ്പുണ്ടെങ്കിൽ ഞങ്ങളത് പറയും. അന്നേരം തന്നെ അവർ തൂക്കി അങ്ങനെ അത് കർഷകന് കൂടുതൽ ഗുണമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റു വിപണികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇട്ടച്ച് പോകുന്ന സാധനം ആരെങ്കിലും കെട്ടിയേപ്പിക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് കണ്ടു കിട്ടുമ്പോഴത്തേക്കും എല്ലാ കച്ചവടക്കാരും പോകുന്ന ഒരു സമയമാകും. ഒന്നിലത് കെട്ടിയേപ്പിക്കും, അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കച്ചവടക്കാരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പറ്റുള്ളൂ. എന്നിട്ട് ആർക്കെങ്കിലും കൊടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഈ പറഞ്ഞ കൃഷിക്കാരനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ, കച്ചവടക്കാരന് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുമില്ല. തൂക്കാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഒന്നും അടിച്ചു കയറ്റുന്നില്ല. എല്ലാം ക്ലിക്ക് ചെയ്യണം. അതായത് നമ്മൾ കീബോർഡിൽ തൊടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ വെയിങ് മെഷീനിൽ നിന്ന് നമ്മൾ മിൽമേലെ പാലളക്കുന്ന പോലെ വെയിങ് മെഷീനിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതെല്ലാം റൗണ്ട് ചെയ്ത് വെച്ചിരിക്കാന്നേ ഉള്ളൂ. അത് കൃഷിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരികയല്ല. എല്ലാം വാഴക്കുലകളൊക്കെ 1/2 കിലോയ്ക്ക് റൗണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെ താരിപ്പനുസരിച്ച് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് മനസ്സിലാക്കി വയ്ക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് യാതൊരു നഷ്ടത്തിനും ഇടയില്ല. കൃഷി ഓഫീസറാണല്ലേ, തിരുമാറാടി കൃഷി ഓഫീസിൽ അല്ലേ? ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ലേല മാർക്കറ്റ് ഉള്ളതുകൊണ്ട് കർഷകർക്ക് ഗുണകരമാണ് സാധ്യതയുണ്ടോ? തീർച്ചയായും. നമ്മുടെ പഞ്ചായത്തിൽ മെയിനായിട്ട് 2 ലേലം വിപണിയിൽ ഒരു പ്രധാനപ്പെട്ട ലേലം വിപണിയാണ് കാക്കൂര് വിപണി. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കള്ളത്തരം ഇല്ലാതെ, അതായത് ഡിജിറ്റലൈസ്ഡ് ആണ്. ഇപ്പം നമുക്കറിയാം കൃഷിക്കാർ കൊണ്ടുവരുന്ന ഉൽപ്പന്നം ആരുടെ ഉൽപ്പന്നമാണ്, ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത് എത്ര കിലോ ആണ് ഉൽപ്പന്നം എന്നുള്ളത് വരെ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ഓരോ ആൾക്കാരുടെ പ്രിന്റഡ് ബില്ലാണ് സ്കാൻ ചെയ്താലാണ്. അപ്പോൾ അത് അന്ന് തന്നെ അവർക്കതിൻ്റെ ഇവിടെ കൊണ്ടുവരുന്ന ഇപ്പോൾ ഒരു വാഴക്കൂമ്പാണെങ്കിൽ പോലും ഒന്നും വിറ്റ് പോയില്ല എന്ന് പറയാനൊരു പരാതി കൃഷിക്കാരെയും കേട്ടിട്ടില്ല. എന്ത് കൊണ്ടുവന്നാലും സ്വീകരിക്കുകയും അത് വിറ്റ് അന്ന് തന്നെ പൈസ കൃഷിക്കാരന് എത്തിച്ചു കൊടുക്കുക. ഈ കർഷകരെ സംബന്ധിച്ചുള്ളൊരു പ്രധാന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായ വില കിട്ടുന്നില്ല, അതോടൊപ്പം വിറ്റഴിക്കാൻ മാർഗമില്ല എന്നാണ് പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർഷകരോട് ചോദിച്ചപ്പോൾ വിറ്റഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, അത് അവർ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ ലേല മാർക്കറ്റിൻ്റെ മെച്ചം കൊണ്ടാണോ? അതെ, വിപണി ഉള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും സാധനം അവർ വന്ന് വേറൊരു വിപണി തേടി പോകുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെയാവും. അപ്പോൾ അവർക്ക് കിട്ടുന്നതിനൊന്നും മിച്ചം ഉണ്ടാവില്ല. ഇതാവുമ്പോൾ കാക്കൂര് കൃഷിയുണ്ട്, തിരുമാറാടി കൃഷിയുണ്ട്. ഇവിടെയൊക്കെ കൃഷിയുള്ള അവർക്ക് ഇവിടെ അടുത്ത് തന്നെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാം. അന്ന് തന്നെ അവർക്ക് സാധനം കച്ചവടം ചെയ്യാം. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ ഈ ലേല മാർക്കറ്റിന് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഇവരെന്തെങ്കിലും ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ പോലെ തരുവാണെങ്കിൽ നമുക്ക് ADM മാർക്കറ്റിംഗ് മുഖാന്തരം ജില്ലാ ഓഫീസിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കൂടുമ്പോൾ കൃഷി കൂടി, ഉൽപ്പന്നങ്ങൾ കൂടി, ഇപ്പോൾ അവർക്കിപ്പോൾ വെക്കാൻ സ്ഥലമില്ലാതെ ഒരു ഷീറ്റോ ഷെഡോ അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു പ്രൊജക്റ്റ് പോലെ നമുക്ക് തരുവാണെങ്കിൽ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് അറിയിച്ച് ഇപ്പോൾ വരുന്ന അതിൻ്റെ ഒരു ഫണ്ട് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പല മാർക്കറ്റുകളിലും പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇവരിവിടെ ഡിജിറ്റലായിട്ട് തന്നെ ഇവർ ബില്ലിംഗ് സമ്പ്രദായം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് കൃഷി ഭവനിൽ നിന്ന് വല്ലോ സഹായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ വല്ലതും കൊടുത്തിരുന്നോ, അല്ലെങ്കിൽ ഇവർ തന്നെ ചെയ്ത കാര്യങ്ങളാണോ? അല്ലാതെ അവർ തന്നെ എനിക്കൊന്ന് ഇതിലെ ഭാരവാഹികളും കൃഷിക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അത് കുറച്ചും കൂടെ
ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അവർ തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൃഷിക്കാരുടെ ഒപ്പം ചേർന്ന് ബിസിനസ് മോട്ടീവ് മാത്രമല്ലാതെ അവരുടെ നിലനിൽപ്പും കൃഷിക്കാരുടെ നിലനിൽപ്പും കൂടെ കണ്ടിട്ട് അവർ തന്നെ തീരുമാനിച്ചു. ഒരു ഐഡിയ ഒന്നും അതിനാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഈ ലേല മാർക്കറ്റ് നിരവധിയുണ്ട്. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് സാധനങ്ങൾ വിറ്റഴിക്കാൻ പാടില്ല. മറ്റുള്ള ജില്ലകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ കുറവാണ്. അപ്പം അത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള കർഷകർക്ക് ഗുണകരമല്ലേ? അല്ല, തീർച്ചയായും. കാരണം ഇങ്ങനെയുള്ള വിപണികൾ വരുന്നതും ഇപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു റിവോൾവിംഗ് ഫണ്ട് പോലൊക്കെ വിപണികൾക്ക് കൊടുക്കാനൊക്കെ. അപ്പം അത്തരത്തിൽ വരുമ്പോൾ അത് മാർക്കറ്റിംഗ് കൂടുതൽ സ്ട്രോങ് ആവും എന്നുള്ളതാണ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് FPOകളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ FPOകൾക്കും ഏതാണ്ട് 10 ലക്ഷം രൂപ വെച്ചൊക്കെ കൊടുത്തു. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ മുന്നോട്ട് പോകാതെ നിലച്ചു നിൽക്കുന്നൊരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ലേല മാർക്കറ്റുകൾക്ക് മാഡം പറഞ്ഞതുപോലെ റിവോൾവിംഗ് ഫണ്ടായിട്ട് തുക കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഗുണകരമാകാൻ സാധ്യതയില്ലേ? ഇപ്പം നമ്മളിവിടെ FPOക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് പ്രവർത്തിച്ചിപ്പോൾ തുടങ്ങുന്നുണ്ട്. പ്രൊഡക്റ്റ് കണക്കിയെല്ലാം എനിക്ക് ഇന്നത്തെ വിപണിയിലും അത് മാർക്കറ്റിംഗിന് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ FPO പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നം ഇന്നത്തെ വിപണിയിലുണ്ട്. അപ്പം അതും കൃഷിക്കാർക്ക് വളരെ ഗുണമുള്ള സാധനം തന്നെയാണ്. അവർക്ക് മെഷീൻ ഇതെല്ലാം മുടക്കില്ലാതെ കിട്ടുവാണ്. ഇങ്ങനത്തെ വിപണിയും കൂടെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചും കൂടെ മെച്ചം. ഈ പഞ്ചായത്തിലെ കൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ ഏരിയ കൂടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളാണ് മഞ്ഞൾ. നാടൻ മഞ്ഞൾ ഇട്ടില്ല, അതുകൊണ്ട് എടുക്കുക. ഈ മഞ്ഞൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? മഞ്ഞൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് പച്ചയ്ക്ക് അരിഞ്ഞ് ഉണങ്ങി ഒന്ന് പേറ്റി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മില്ലി പൊടിക്കും. അപ്പോൾ നല്ല ഗുണമുള്ള മഞ്ഞൾപ്പൊടി. അങ്ങനെയാണ് ഒറിജിനൽ മഞ്ഞൾ. പച്ചയ്ക്ക് അരിഞ്ഞ് ഉണങ്ങും. ഒറിജിനൽ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നത് അല്ലേ? മഞ്ഞൾപ്പൊടി എടുക്കുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് മഞ്ഞപ്പൊടിയല്ല. ഏറ്റവും ഗുണമുള്ള മഞ്ഞൾപ്പൊടി അങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് മഞ്ഞപ്പൊടിയല്ല. നമ്മൾ മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കടയിൽ കിട്ടുള്ളൂ. അത് മാവിനകത്ത് എസൻസ് ചേർത്ത് അവരുണ്ടാക്കുന്നതാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് 40 വയസ്സ് കഴിയുമ്പോൾ എല്ലാത്തിനും ക്യാൻസർ പിടിക്കുന്ന അതുകൊണ്ടാണ്. ഇത് ശരിക്കുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ വെക്കുന്നത്. മുല്ലപ്പള്ളിയിൽ നിന്ന് ഈ കാക്കൂര് വന്ന് ഈ ലേലം വിളിക്കാനുള്ള കാരണം എന്താ? അവിടെ ഒരു 5% ആൾക്കാർ നല്ല നാടൻ സാധനങ്ങൾ വേണ്ടി മാത്രം അകലെന്ന് ഇതൊക്കെ ഒരു 500 രൂപയുടെ സാധനം എടുക്കുന്നതിന് 500 കൂടുതൽ വണ്ടി ഓടിച്ച് അകലേന്ന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നാടൻ സാധനങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് വരുന്നത്. അങ്ങനെ നാടൻ സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൽപ്പെട്ട ഒരു സ്ഥലമാണ് കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലം, പർവ്വത്തിനടുത്താണ്. അവിടെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ടാണ്. ഇവിടെ കൃഷിക്കാരുടെ ഒരു ഏരിയയാണ് ഈ കാക്കൂർ അല്ലേ? ഇപ്പം ജോണിച്ചേട്ടൻ്റെ നിലവിൽ എത്ര ലേല മാർക്കറ്റുകളിൽ പോകുന്നുണ്ട്? ഞാൻ പ്രധാനമായിട്ട് പോകുന്നത് പാമ്പാക്കുട, എലഞ്ഞി, കാക്കൂര്, കൂത്താട്ടുളം, പണ്ടപ്പള്ളി, മണ്ണത്തൂര്, കലയന്താനി, ഇത്ര മാർക്കറ്റിൽ പോകാറുണ്ട്. 7 മാർക്കറ്റിൽ പോകാറുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇതിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം നാടൻ സാധനങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും അകലെ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത്രയും മാർക്കറ്റുകളിൽ പോകുമ്പോൾ ഈ കാക്കൂര് മാർക്കറ്റിന് എന്താ ഒരു പ്രത്യേകത വല്ലതും തോന്നിയിട്ടുണ്ട്? കാക്കൂര് മാർക്കറ്റിൽ ബില്ലിംഗ് സമ്പ്രദായം ഏറ്റവും കറക്റ്റ് കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ ബില്ലടിക്കുമ്പോൾ അവർ പറയും ഇന്ന സാധനം എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തിരക്കിട്ട് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടേച്ച് പോകേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ഒരു സാധനം ഇന്ന് വരെ ഇട്ടേച്ച് പോകേണ്ടി വന്നിട്ടില്ല. അതാണ് പ്രധാന കാര്യം. അത്രയും നല്ല ബില്ലിംഗ് സമ്പ്രദായം അല്ലേ? ഇത്രയും വ്യക്തമായിട്ടുള്ളത് വേറെ ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെയാണ് ആ കാര്യത്തിൽ ഒന്നാം സാധനം. ഇത് കണ്ട് ബാക്കിയുള്ളവർക്ക് അനുകരിക്കാവുന്നതേ ഉള്ളൂ. എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു? വാഴക്കൊല, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ ഐറ്റവും മേടിക്കാറുണ്ട്. എല്ലാം തിങ്കളാഴ്ച ഇവിടെ വരാറുണ്ട്. എവിടെയാ കച്ചവടം നടന്നത്? കച്ചവടം തിരുമാറാടി എടപ്പുറ ജംഗ്ഷൻ. ഇവിടുന്ന് ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടാറുണ്ടോ? വിലയ്ക്ക് കിട്ടാറുണ്ട്. എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു? കപ്പ, കൊല, പയറ്, കാച്ചില്. എവിടെയാ വ്യാപാരം നടന്നത്? തിരുമാറാടി തന്നെ അല്ലേ? ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമാണോ? ഗുണകരമാണ്. എങ്ങനെ പേരെങ്ങനെയായിരുന്നു? അശ്വിൻ സ്റ്റോഴ്സ് തിരുമാറാടി. പേര് ബാബു. ബാബു. വേറെ എവിടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്? മണ്ണത്തൂർ പോകാറുണ്ട്, കൂത്താട്ടോളം ഇടയ്ക്ക് പോകാറുണ്ട്. ഈ മറ്റുള്ള ലേല മാർക്കറ്റുകളിൽ നിന്നും ഈ ലേല മാർക്കറ്റിനുള്ള പ്രത്യേകത എന്താ? പ്രത്യേകത നമുക്ക് തൊട്ടടുത്താണ്, വണ്ടിക്കൂലി കുറവുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്. നല്ല സാധനങ്ങൾ ഇവിടെ നല്ല സാധനങ്ങളാണ് എല്ലായിടത്തും കിട്ടുന്നത്. എല്ലാ ലേല മാർക്കറ്റുകളും നല്ല സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് പേരെങ്ങനെ? എൻ്റെ ഒരു പ്രഭാകരൻ. ഞാൻ വാഴക്കൊലയും കൊണ്ട് വന്നതാണ്. വാഴക്കൊലയും കൊണ്ട് വന്നതാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട്? വിലയൊക്കെ കിട്ടാറുണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നു.
പോകുന്നു. അതായത് നമുക്ക് ഒരു ലാഭകരമായിട്ട് വിൽക്കാൻ പറ്റും അല്ലേ? എല്ലാ മാർക്കറ്റുകളിലും കൊണ്ട് കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ മാത്രം? ഇവിടെ വരാറില്ല, ഇതാണ് സൗകര്യം. ഇവിടെ എന്നാ ഒരു പ്രത്യേകത പറയാനുള്ള ഈ മാർക്കറ്റിനെ കുറിച്ച്? നല്ല വില കിട്ടുന്നുണ്ട്, ന്യായമായ രീതിയിൽ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മെച്ചമാണല്ലേ? വാഴക്കലല്ലാതെ വേറെ എന്താ കൃഷിയാണല്ലേ? വാഴക്കല് എല്ലാ കൃഷിയുണ്ട്. വാഴയ്ക്ക, കോവല്, പയറ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? വീട് എവിടെയായിട്ടാ? തിരുമാറയുടെ തന്നെ, സ്കൂളിനടുത്ത് തന്നെ. അപ്പോൾ ഈ ലേല മാർക്കറ്റ് വന്നുകൊണ്ട് നമുക്ക് മെച്ചമാണ്. വരുന്നേ എങ്ങനെയുണ്ട് ഈ മാർക്കറ്റ്? നല്ല മാർക്കറ്റാണ്, കുഴപ്പമില്ല. സാധാരണക്കാർക്ക് പറ്റിയ വിലയ്ക്ക് ഇവിടുന്ന് സാധനങ്ങൾ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വില കർഷകനും കിട്ടുന്നുണ്ട്, വ്യാപാരികൾക്കും അത്യാവശ്യം ഹാഫ്റ്റായിട്ടുള്ള ഒരു മാർക്കറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ലേല മാർക്കറ്റുകളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ഗുണകരമായിട്ടുള്ളത്? ലേല മാർക്കറ്റുകളിൽ വിളയ്ക്ക് കൂടുതൽ വിളകൾ വരുമ്പോൾ കർഷകന് വിൽക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ആ അവസ്ഥകൾ ശരിക്കും മാറി. കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ ചില സമയത്ത്, വിലയുള്ള സമയത്ത് നല്ല വിലയ്ക്ക് വിൽക്കാനും കുറഞ്ഞ വിലയുള്ളപ്പോഴും വിറ്റഴിക്കാനുള്ളൊരു ഇതുണ്ട്. ചില സമയത്ത് കർഷകന് സാധനം വിൽക്കാൻ പറ്റില്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാവാറ്. അത് ഈ മാർക്കറ്റുകൾ വരുന്നതോടുകൂടിയുണ്ട്. കച്ചവടക്കാരായ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഇതിനകത്തുള്ളത്? കച്ചവടക്കാരായ ഞങ്ങൾക്ക് ഈ നാടൻ വിളകൾ ഇപ്പോൾ ഓരോ പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് കർഷകങ്ങളുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ മൂവാറ്റ ടൗണിൽ നിന്ന് വരുന്നത്. അവിടെ ഇത് നാടൻ വിളകളില്ല. അപ്പോൾ നാടൻ വിളകൾ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച് ടൗണുകളിൽ വിൽക്കാൻ പറ്റുന്നതാണ് നമുക്കുള്ള. ഈ നാടൻ വിളകൾക്ക് വിപണിയിൽ വില കൂടുതൽ കിട്ടാറുണ്ടോ? നാടൻ വിപണി അങ്ങനെയില്ല. അത് മിക്കവാറും ഇതുപോലെയുള്ള എന്നെപ്പോലെയുള്ള കച്ചവടക്കാരെ മിക്കവാറും ഇതുപോലെയുള്ള മാർക്കറ്റുകളിൽ വരാറുണ്ട്. അപ്പോൾ അവരും ഇതേ വിലയ്ക്ക് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അവർ വിൽക്കുന്നത് ഞങ്ങൾ വിൽക്കുന്നതൊക്കെ ഏതാണ്ട് ഒരുപോലെ വിലയായിരിക്കും. പിന്നെ ചില കടകളിൽ നിന്ന് അപേക്ഷിച്ച് ഞങ്ങളുടെ കടകളിൽ വ്യത്യസ്തമായിട്ട് നാടൻ വിളകൾ വിൽക്കാൻ കഴിയും, വിഷരഹിതമായ പച്ചക്കറികൾ വിൽക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കൃഷികളുണ്ട്, എല്ലാ കൂട്ടമുണ്ട്. ഇപ്പം നാളികേരമുണ്ട്, കരിക്കുണ്ട്, പിന്നെ മാങ്ങയുണ്ട്, പിന്നെ കാച്ചില്, പച്ചക്കറികൾ, പയർ. എത്ര നാളായി ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 50 വർഷത്തോളമായി. 50 വർഷത്തോളമായി. കൃഷി സാധനങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാതെ വല്ലതും വന്നിട്ടുണ്ടോ? അല്ല, നേരത്തെ ഇവിടെ വീണി തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ തൊഴിൽ ആലപ്പുഴയിലേക്ക് ആലുവയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആലുവായി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് പച്ചക്കറി കൂടുതൽ കൃഷി ഉണ്ടായിരുന്നു, ഇപ്പം അത്ര കൃഷിയില്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആലുവയിലേക്ക് കൊടുത്തിട്ടുണ്ട്. തൊഴിൽ ഇവിടെ എനിക്ക് തൊഴിൽ കൊടുക്കായിരുന്നു. ഇവിടെ ആലുവയിൽ 2-3 പ്രാവശ്യം പോയിടും. വലിയ പാടാണ്, ദൂരം അല്ലേ? പിന്നെ മാറ്റം തൊഴിൽ തൃപ്പൂണിത്തറയും കൊടുക്കുക. ഇപ്പോൾ ഈ കാർഷിക മാർക്കറ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രയോജനകരമാണോ? അത് തീർച്ചയായിട്ടും. ഞാൻ ഒരു എന്തോലും മുടങ്ങാൻ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെ അല്ലേ? എന്തുകൊണ്ടും കൊണ്ടുവയ്ക്കാൻ സൗകര്യമാണല്ലോ. ഇപ്പോൾ ഈ ചന്ത തിങ്കളാഴ്ച ദിവസമല്ലേ? അതെ. അപ്പോൾ ഈ ചന്ത ഇല്ലാത്ത സമയങ്ങളിൽ എവിടെയാണ് കൊടുക്കുന്നത്? ചന്ത അങ്ങനെയുള്ള മറ്റേ അല്ലാത്തപ്പോൾ പാമ്പാക്കട കൊടുക്കാറുണ്ട്. പച്ചക്കറി മാത്രമേ നമുക്ക് ഇടയ്ക്ക് പറിക്കേണ്ടി വരുന്നുള്ളൂ. അതെ, ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ചിലവാകും അല്ലേ? എന്ത് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കാൻ പറ്റും. എന്ത് വേണമെങ്കിൽ, അതായത് നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ കൊണ്ടുവയ്ക്കാനുള്ള സൗകര്യം ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടാറുണ്ടോ? ഏറെക്കുറെ വില വലിയ കുഴപ്പമില്ല. ലേലം വിളിക്കുന്നതുകൊണ്ട് നല്ല വില, എനിക്ക് നല്ല വില കിട്ടുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ വയ്ക്കാറുള്ളൂ, നല്ല വില കിട്ടാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സാധനം വെക്കണതിന് നമുക്ക് ട്രോഫി കിട്ടിയതാണ്. അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അല്ലേ? ഒരു വർഷം എത്ര ലക്ഷം രൂപയുടെ കൊടുത്തിട്ടുണ്ട്? 2-3 ലക്ഷം രൂപ അത്രയും കൊടുക്കാറുണ്ട് അല്ലേ? ഈ കാർഷിക വിപണി കൊണ്ടേ എന്തെല്ലാം നേട്ടങ്ങളുണ്ട്? നമുക്ക് നല്ല നേട്ടമല്ലേ? സാധാരണക്കാരന് ചെറിയ വിലയ്ക്ക്, ചെറിയ വില വാഴക്കുലയൊക്കെ വേണ്ടവർക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ കൊടുക്കാറുണ്ടോ? വിൽക്കാനും പറ്റും. നമുക്ക് വീട്ടിലിപ്പോൾ ഞാനിപ്പോൾ റോബസ്റ്റയുടെ വില കണ്ട വന്നത്, അത് വിറ്റു നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാമല്ലോ. നമ്മുടെ ഇഷ്ടമുള്ള സാധനം വാങ്ങുകയും ചെയ്യാം, അതുപോലെ നമ്മുടെ സാധനം ഇവിടെ കൊടുക്കാനും പറ്റും അല്ലേ? എല്ലാ ആഴ്ചയിലും വരാറുണ്ടോ? എല്ലാ ആഴ്ചയും. ഈ വിപണിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഏറ്റവും നല്ല സൂപ്പർ, നല്ല സിസ്റ്റമായി പോകുന്നൊരു കാക്കൂർ വിപണി എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമായിട്ടാണ് പോകുന്നത്. കമ്പ്യൂട്ടറിലെല്ലാം നല്ല സിസ്റ്റമാണ്. ഒരു ഇത് കൂട്ടില്ല, നമുക്ക് സുഖമാണ്. നമ്പർ എടുത്തു, സാധനം വിളിച്ചു, പൈസ അടച്ചു പോവുക, നമുക്ക് കിട്ടാനുള്ള പൈസ വാങ്ങുക, നമ്മൾ കൊടുത്ത സാധനങ്ങളുടെ പൈസ വാങ്ങുക. കോഴി എന്നാ വിലയ്ക്ക് പോയി? പൂങ്കോഴി 190 കിലോയ്ക്ക്. പെടയ്ക്കോ? പെട 160, 65. ലാഭമാണോ? കുഴപ്പമില്ല, അത് ഇവിടെ ഞങ്ങളുടെ വിപണിക്ക് ഏറ്റവും നല്ല കർഷകനെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഏറ്റവും നല്ല കർഷകൻ, ഏറ്റവും നല്ല കച്ചവടക്കാർ എല്ലാവരും തിരഞ്ഞെടുക്കും. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ സാധനം ഞാനായിരുന്നു. ആണല്ലേ? എങ്ങനെ പേരെങ്ങനെ? എൻ്റെ ലാലു മർക്കോസ്. എന്തെല്ലാം കൃഷികളാണ് സാധാരണ ചെയ്യാറുള്ളത്? എല്ലാ കൃഷികളും ഉണ്ടല്ലേ? ചേമ്പ്, കാച്ചിൽ. സ്വന്തം പറമ്പിലാണോ അല്ലെങ്കിൽ പാട്ടത്തിന് ചെയ്യേണ്ടതുള്ളൂ? ഇപ്പം സ്വന്തത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? ഞാലിപ്പൂനുണ്ട്, പൂവനുണ്ട്,
എല്ലാ കൃഷികളും ഉണ്ടല്ലേ? ചുവന്ന പൂവനുണ്ട്, കദളിയുണ്ട്. വാഴകൃഷി ലാഭകരമാണോ? വാഴകൃഷി വില കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ വർഷം നല്ല വിലയുണ്ടല്ലേ? അത്യാവശ്യം വിലയുണ്ട്. വാഴച്ചുണ്ട് വരെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. വാഴച്ചുണ്ട് നമ്മളിപ്പോൾ 12 രൂപ 13 രൂപ വിലയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ ലേലം വിളിച്ചു പോകണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് ലാഭകരമാണ്. കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് വാങ്ങിക്കണേ 16 രൂപ കൊടുക്കണം. ഒരു വാഴ ചുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിലയാണെങ്കിൽ 13 രൂപ വരെ കിട്ടും. വാഴപ്പിണ്ടിക്ക് വരെ വില കിട്ടുമല്ലോ? വിലയില്ലേ? വാഴപ്പിണ്ടി നല്ല സാധനമല്ലേ? നമ്മൾ ഇത് എന്താ പറയുക, ഇത് നമ്മൾ ഏത്തവാഴ പിണ്ടിയാണ് ഉപയോഗിക്കാറില്ല. പാളയംകോടൻ പിണ്ടിയാണ് നമ്മൾ പാളയംകോടനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിണ്ടി ഉപയോഗിക്കുന്നത് പാളയംകോടൻ്റെ അല്ലേ? പാളയംകോടൻ ഏത്തവാഴ പിണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. പാളയംകോടൻ്റെ പിണ്ടി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഒരു വാഴ നമുക്കൊരു 30 രൂപ 40 രൂപ കിട്ടും. ഒരു വാഴ പിണ്ടിക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ വാഴയുടെ ഇല തൊട്ട് എല്ലാം ഉപയോഗപ്രദമാണ് അല്ലേ? അതുപോലെ തന്നെ വിത്തുകൾ കൊടുക്കാറുണ്ടോ? വിത്ത് നമ്മൾ പിരിച്ച് വെക്കുകയാണ്, ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കും. ഇതെല്ലാം ഈ മാർക്കറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കാറില്ല. ഇവിടെ കൊടുക്കാറില്ല. ലോക്കലിൽ ആയിട്ട് ആരെങ്കിലും വന്ന ആവശ്യക്കാർക്ക് കൊടുക്കും. ബാക്കി എല്ലാ സാധനവും ഇവിടെ തന്നെ വെക്കാറുണ്ട് അല്ലേ? ചേട്ടനാണ് ഈ തേങ്ങ ഒളിച്ചേ? ഇപ്പം ഈ തേങ്ങ ഒളിച്ച് കഴിയുമ്പോഴേ ഇതിനകത്ത് കേട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണുമ്പോൾ മാറ്റിയെടുക്കും. തിരുവായിട്ടിടും. അപ്പോൾ നമ്മൾ നല്ലതിന് മാത്രം വില കൊടുത്താൽ മതി അല്ലേ? നല്ലതിന് മാത്രം വില കൊടുത്താൽ മതി. നമുക്ക് ലാഭകരമായിട്ട് കിട്ടാറുണ്ടോ ഇവിടെ? ലാഭകരമാണ്, കുഴപ്പമൊന്നുമില്ല. കർഷകന് ന്യായമായ വില കിട്ടും അല്ലേ? പിന്നെ ഇപ്പം നല്ല വിലയാണ് തേങ്ങയ്ക്ക്. കർഷകർക്ക് നല്ല വില കിട്ടുന്നുണ്ട്. 80 രൂപ ഇവിടെ 88 രൂപ വരെയും ലേലം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്കത്? ഞാൻ 90 രൂപയ്ക്കാണ് കൊടുക്കണേ. ഓ, അത്രയും വിലയാണല്ലേ? അത്രേ ഉള്ളൂ. വണ്ടിക്കൂലി കൊടുത്ത് അതിനൊന്നും മുതൽ മുട്ടിയല്ല. പിന്നെ എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുമ്പോൾ ആവശ്യത്തിന് വന്ന് എടുക്കും. എന്ത് വിലയായാലും നമുക്ക് ആവശ്യ സാധനം കൊടുക്കണം അല്ലേ? കടകളിൽ ആവശ്യ സാധനം വേണം. അതിന് വേണ്ടിയിട്ട് വില നോക്കിയാലാ വിളിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.